പേടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ പേടി ഏതിനെങ്കിലും ഒന്ന് പേ പിടിച്ചാൽ ഇത്രയും എണ്ണത്തിനും പഠിക്കുന്ന നാട്ടുകാരെ മൊത്തം കടിക്കും. വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഇവിടെ വരില്ല. എന്താ ഈ പട്ടി ശല്യം കൊണ്ട് ഞങ്ങൾക്ക് അവിടെ വരാനൊക്കില്ല. അവിടുത്തെ ആൾക്കാർക്ക് വെളിയിലോട്ട് അകത്തോട്ടും കയറാക്കില്ല, അകത്തുനിന്ന് പുറത്തോട്ടും കയറാക്കാത്തൊരു കണ്ടീഷനിലാണ്. പോലീസുകാരെ ആയതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവരൊന്നും ഈ കേസ് കൊടുത്താലൊന്നും അങ്ങോട്ട് എടുക്കുന്നില്ല. ഞങ്ങൾ ആരുടെയാണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് തന്നെ ഉൾപ്പേടിയാണ്. അതെ, ഞങ്ങളെ കുട്ടികളെ ഏറ്റവും ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ പോകും? കുറ്റക്കാരല്ലെന്നാരും പറഞ്ഞത് കുറ്റക്കാരിയാണ്. പിന്നെ അവരെ വീട്ടിൽ പിന്നെ ഇതേമാതിരി 10-70 പട്ടികളെ വളർത്തി നാട്ടുകാർക്ക് അപ്പുറം ഇപ്പുറം ഉള്ളവർക്ക് ജീവിക്കാൻ ഒക്കാത്ത കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. നാറ്റം കൊണ്ട് ഈ റോഡിൽ കൂടെ പോകാൻ ഒക്കില്ല. ഒരു കട അയൽവക്കത്തുണ്ട്, അവിടെ വന്നൊരു സാധനം വാങ്ങിക്കാൻ ഒക്കില്ല. ആ രീതിയിലുള്ള നാറ്റമാണ് ഈ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊരു ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ട് പോലും ഒരു കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തെറ്റാണ്. ഒരു നിയമപാലകനാണ് എന്നിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രാവശ്യം നമ്മളെല്ലാവരും ഈ അയൽവക്കക്കാർ എല്ലാവരും ചെന്ന് പറഞ്ഞു, അവരനുസരിക്കുന്നില്ല. പരാതി കൊടുത്ത് കൗൺസിലർക്ക്, അവരും വന്ന് പറഞ്ഞിട്ട് അവർ അനുസരിക്കുന്നില്ല. ആ രീതിയിലാണ് അവരെ പെരുമാറ്റം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കം പറയാൻ ഈ റോഡിൽ കൂടെ നടക്കാൻ പോലും ഒക്കുന്നില്ല ജനങ്ങൾക്ക് നാറ്റം കൊണ്ട്. ആ ഒരു വീട്ടുകാർക്കാണ് ഏറ്റവും വലിയ ഒരു അടുത്തൊരു വീട്ടുകാർ വാങ്ങിച്ചിരിക്കണം 5 സെന്റ് 7 സെന്റ് വിലയ്ക്ക് വാങ്ങിച്ച് 2 കെട്ടം വാങ്ങി അതിനകത്ത് താമസിക്കാത്ത കണ്ടീഷനിലാണ് അവർ ജീവിക്കുന്നത്. അവർ മാറ്റും പോയി വിറ്റിട്ട് പോകാനും ഒക്കുന്നില്ല. ആ കണ്ടീഷനിലാണ്. അത് തന്നെ അതിന്റെ സത്യം. ഒരു കൊച്ചുണ്ട്, അതിന് സ്കൂളിൽ പോകാൻ പോകില്ല, റോഡിൽ നിന്ന് ഇറങ്ങാൻ പാകില്ല. വെളുപ്പം കാലത്ത് നടക്കാൻ ഒക്കുന്നില്ല. പട്ടികളെല്ലാം കൂടെ റോഡിലാണ് വന്ന് കിടക്കണം. വെളുപ്പം കാലത്ത് ആൾക്കാരെ പല രീതിയിൽ ഓട്ടിക്കുന്നുണ്ട്. 10-70 പട്ടിയെ ഇങ്ങനെ വളർത്തുന്നു. ആഹാരം അങ്ങനെ അവർ ഹോട്ടലിൽ നിന്ന് എല്ലാം കൊണ്ട് പാത്രം വെച്ചിട്ട് ആഹാരം എടുത്തുകൊണ്ട് വരുന്നു. അത് കൊണ്ടുവന്ന് പട്ടികൾക്ക് കൊടുക്കുന്നു. അത് പട്ടികളെന്ന് വെച്ചാൽ ഭയങ്കര ശല്യം. ഒരാളിന് റോഡിൽ പോകാൻ പാകില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഈ അയൽവാസികൾ പല പ്രാവശ്യം കംപ്ലൈന്റ് കൊടുത്ത് ഇത് പോലീസുകാരെ ആയതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവരൊന്നും ഈ കേസ് കൊടുത്താലൊന്നും അങ്ങോട്ട് എടുക്കുന്നില്ല. അപ്പൊ അവരുടെ ആ ഒരു ഇതായതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത് ഭയങ്കര ശല്യമല്ലേ? ഭയങ്കര ശല്യം, നാട്ടുകാർക്ക് ഭയങ്കര ശല്യം. അല്ല, നാട്ടുകാർ ഒരുമിച്ചെന്ന് എല്ലാവരും പുറത്തുള്ള ആൾക്കാരല്ലേ. അതാണ് അതിന്റെ ഒരു വിഷയം. കാരണം എല്ലാവരും ഇവിടെ വന്ന് താമസിക്കുന്നവരാണ്. അപ്പൊ അവരാരും വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അപ്പം ഈ ഫ്രണ്ടിൽ ഈ കടയുള്ള ആൾക്കാർ ഇവരാണ് ഇവിടെ ഉള്ള ആള്. അവര് മാത്രമേ ഇവിടെ ഇങ്ങനെ വരുള്ളൂ. അപ്പൊ ഇവരിങ്ങനെ ഒരു പോലീസുകാരെ ആയതുകൊണ്ട് ഒരുപാട് ആളും ഒന്നിനും നിൽക്കുന്നില്ല. ഈ നാട്ടുകാർ ഇതിൻ്റെ ഫ്രണ്ടിൽ 2-3 കുട്ടികളുണ്ട്. ഈ കൊച്ചുങ്ങൾ ഈ 10-70 പട്ടി പേയെങ്ങാനും ഒന്നിന് പിടിച്ചാലൊന്ന് അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ. ആ ബാക്കിലുള്ള ആ 2-3 വീടുകളെല്ലാം അങ്ങനത്തെ അവസ്ഥയാണ്. ഇപ്പൊ മേയർ നാളെ വരും, മേയർ വന്നിട്ട് തീരുമാനം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നു. തീരുമാനം ഉണ്ടാക്കാന്ന് പറയുന്നു. പക്ഷെ എങ്കിലും എപ്പോഴും വരുമെന്നുള്ള പറയാൻ പറ്റൂല. എത്ര നാളായി തുടങ്ങിയിട്ട്? ഇതിപ്പോ എൻ്റെ ഒരു അറിവിൽ ഒരു 2-3 കൊല്ലമായി. അപ്പൊ കുറച്ച് പട്ടികളെ ഉള്ളായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ 70ഓളം ഉണ്ടെന്നാണ് അറിവ്. ഇവര് നാട്ടിൽ കിടക്കുന്ന പട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കുന്നതാണോ അതോ? അല്ല, അത് ഇവിടെ തന്നെ പെറ്റുവരുന്ന തന്നെ, പുറത്തുനിന്ന് അവര് കൊണ്ടുവരുന്നില്ല. ഇവിടെ തന്നെ ഉള്ളതാണ്. ഇതിനകത്ത് തന്നെ പെരി വരുന്നു. പക്ഷേ എൻ്റെ അറിവിൽ ഒരു 3-4 ഹോട്ടലിൽ കൊണ്ടുവന്ന് ഇത് ഡബ്ബ വെച്ചിട്ടുണ്ട്. ആ ഡബ്ബയിലാണ് സാധനം കൊണ്ടുവന്നിട്ട് ഇവിടെ അങ്ങ് കൊടുക്കണം. അപ്പോഴാണ് ഇത് പെറ്റ് വരിക്കൊണ്ടിരിക്കുന്നത്. ഈ പോലീസുകാർ ഇവിടെയാണോ താമസിക്കുന്നത്? ഇതിൽ തന്നെ. വേറെ ആരുമില്ല. കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിവ്. സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നലെയും മെനിങ്ങാന്നത് 2-3-4 കൊല്ലം കൊണ്ട് നാട്ടുകാർക്ക് ഒരു ശല്യം. അതുപോലെ തന്നെ ഈ വീട്ടിലുള്ളവരെന്ന് പറഞ്ഞാൽ അവർക്ക് പോകാനൊക്കില്ല. അവരിവിടെ ഈ വസ്തു വിലയ്ക്ക് അവരെ തന്നെ വാങ്ങി വീട് വെച്ചതാണ്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുണ്ട്, ഒരു 10 വയസ്സായ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് സ്കൂളിൽ പോയിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ അവര് ആ കുഞ്ഞ് ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമൊക്കെയാണ് സ്കൂളിൽ പോകാൻ പറ്റുന്നത്. കുഞ്ഞിന് പേടി. വെളിയിലുള്ള കുട്ടികളുമായിട്ട് കളിക്കാൻ പോകാൻ പറ്റുന്നില്ല. ഈ പട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാട്ടുകാർക്കും എല്ലാം ശല്യമാണ്. നാട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. ഞാൻ തന്നെ ഇതിലൂടെ പോയപ്പോൾ എന്നെ പട്ടി ഓട്ടിച്ച് ഞാൻ അപ്പുറത്ത് സൈഡിൽ ചെന്ന് ഈ റോഡിൻ്റെ അങ്ങേ അറ്റത്ത് സ്കൂട്ടറിലൂടെ വീണു. പക്ഷേ ഇത് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി പട്ടികൾ ഇവിടെ നിന്ന് മാറ്റുക എന്ന് പറയുന്നത് ഈ നാട്ടുകാരുടെ ആവശ്യമാണ്. പുറത്ത് വൈകുന്നേരത്ത് ആകുമ്പോൾ പുറത്ത് വീഴുന്ന ഇന്നലത്തെയും ശേഷമാണ് ഈ പട്ടികൾ അകത്തായത്. അല്ലെങ്കിൽ ഇത്രയും ന്യൂസൊക്കെ വന്നതിന് ശേഷമാണ് ഈ പട്ടിയെ അകത്തായത്. അല്ലെങ്കിൽ എപ്പോഴും പട്ടി പുറത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ എന്ന് പറഞ്ഞാൽ അകത്തുനിന്ന് പുറത്തോട്ട്
വരാനാക്കില്ല. അവിടുത്തെ ആൾക്കാർക്ക് വെളിയിലോട്ട് അകത്തോട്ടും കയറാക്കില്ല, അകത്തുനിന്ന് പുറത്തോട്ടും കയറാക്കാത്തൊരു കണ്ടീഷനിലാണ്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാൾ തന്നെ ഇവിടെ വന്നിട്ട് അവർക്ക് അകത്തോട്ട് പോകാൻ പറ്റുന്നില്ല. പട്ടികളെല്ലാം കൂടെ ഈ വഴിയിൽ അവസാനം 100-ൽ വിളിച്ച് പോലീസ് വന്നാണ് അവരെ കയറ്റി അകത്തോട്ട് വിട്ടത്. അല്ല, ഈ നാട്ടുകാരെല്ലാം കൂടെ പഞ്ചായത്ത് മെമ്പറെല്ലാം ഇടപെട്ടൊരു പഞ്ചായത്ത് ഇടപെടുന്നില്ല. അവരോട് പല പ്രാവശ്യം കൊടുത്താണ്. പ്രസിഡൻസി ഇടപെട്ടിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞപ്പോഴേ മുമ്പ് ഇവര് ഇവിടെ കോർപ്പറേഷനിൽ കൊടുത്തപ്പോൾ അവരൊക്കെ ഈ പട്ടിയെ കൊണ്ടുവന്ന് സെറ്റിലാക്കാനുള്ള സംവിധാനമില്ല എന്നാണ് ഇവരിൽ നിന്ന് കേട്ടത്. പക്ഷേ 2024 മുതലേ ഇവര് ആ വീട്ടുകാർ ഇതിൻ്റെ പിന്നാലെയാണ്, ഇതിനെ മാറ്റിത്തരണം എന്ന് പറഞ്ഞാൽ. അവസാനം അവർ ഒരു നിവൃത്തിയില്ലാതെ നിൽക്കുകയാണ് ഈ നാട്ടുകാർക്കും വളരെ അധികം ശല്യമാണ്. ബാക്കിലാണ് വില്ലയാണ്, തൊട്ട് ബാക്കിൽ വില്ലയാണ്. ആ ബാക്കിൽ ഇറങ്ങിയ വില്ല മൊത്തം വീടാണ് ബാക്ക്. അത് അതിലെ പോയാൽ അറിയാൻ പറ്റും. കംപ്ലീറ്റ് വീട് തൊട്ടോട്ട് പോകും. ഈ അയൽവക്കത്തുള്ള വീടുകളിൽ നിന്ന് വളർത്തു കോഴി, കന്നുകാലിയൊക്കെ ഭയങ്കര ശല്യമാണ്. വളർത്തു കോഴികളെല്ലാം പിടിച്ച് കൊല്ലുകയാണ് ഇതിൻ്റെ പതിവ്. നമ്മളെ നാട്ടുകാരും പലയിടത്തും അവിടെയൊക്കെ വന്ന് പരാതികൾ പറഞ്ഞിട്ടുണ്ട്. പരാതി പറയുമ്പോൾ അവരെന്താണ് പറയുന്നത്? അവര് പറയണെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇതിനെ കൊണ്ടുവന്ന് ഒരിടത്തും കളയാൻ പറ്റില്ല, അവിടെ പെറ്റുകൂട്ടുകയാണ്. തുടക്കത്തിൽ ഇവിടെ 4 പട്ടിയാണ് ഉണ്ടായിരുന്നത്. അതെ അതെ, 2023 സമയങ്ങളിലൊക്കെ 4 പട്ടിയായിരുന്നു. അങ്ങനെ ഈ പട്ടികളാണെന്ന് പ്രസവിച്ച് അവരാഹാരം കൊടുത്ത് ഇതിനകത്ത് പെറ്റ് പെരുകിയതാണ്. 70 എണ്ണം ഉണ്ടെന്ന് അറിവ്. ഒരു 70 പട്ടിയോളം കാണണം എൻ്റെ ഊഹം അനുസരിച്ച്. അങ്ങോട്ട് പോകാനും പറ്റൂല, ഇങ്ങോട്ട് വരാനും ഒക്കില്ല. വീട്ടുകാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ പരമ കഷ്ടമാണ്. ഈ കൊറേല ഇങ്ങനെ കേട്ടാൽ ഇത് ഉറങ്ങാൻ പറ്റും. കുട്ടികൾ തന്നെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു വരികയാണെങ്കിൽ ഒന്നീ വണ്ടിയിൽ കൊണ്ടുവന്നാക്കും. ഈ വീട്ടിൽ ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞാൽ ഒരു 6 പേരെങ്കിലും ഇല്ലാതെ അങ്ങോട്ട് ആരും പോകില്ല. അവരൊക്കെയുള്ള ഭക്ഷണ സാധനം തന്നെ കൊണ്ടുവന്നാൽ ഈ റോട്ടിൽ നിൽക്കുകയുള്ളൂ. അവസാനം അവർ ഈ ഭക്ഷണ സാധനം കൊണ്ടുവരാൻ വേണ്ടി അവിടെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഇവിടെ വരില്ല. എന്താ ഈ പട്ടി ശല്യം കൊണ്ട് ഞങ്ങൾക്ക് അവിടെ വരാനൊക്കില്ല. പേടിയാണ്, ഒരു പേടി സ്വപ്നമാണ്. ഈ ലൈനിൽ നാളെ അവിടെ ഒരു മരം ഒടിഞ്ഞു വീണ് എന്നൊക്കെ ലൈൻമാൻമാർ വന്നിട്ട് അങ്ങോട്ട് പോകണില്ല മരത്തിനെ എടുക്കാനോ ഒന്നിനോ. അവസാനം ഞങ്ങളെല്ലാം കൂടെ നാട്ടുകാരും കൂടി അവരെ കൂടെ ഇറങ്ങി ചെന്നാണ് അവർ ആ ലൈനിൽ നിന്ന് എടുത്തത്. ആ മരം തന്നെ എടുത്ത് ലൈന് പിടിച്ചു കെട്ടിയത്. അത്ര ഒരു ഇതാണ്. ഞങ്ങൾ ഇത് ആരോടെ പറയാൻ, അധികൃതരോടെ പറഞ്ഞു മടുത്തു. ഞങ്ങൾ ആരുടെയാണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് തന്നെ ഉൾപ്പേടിയാണ്. അതെ, ഞങ്ങളെ കുട്ടികളെ ഏറ്റവും ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ പോകും? ഇത് വഴി അടക്കാനൊന്നും പറ്റൂല. പിന്നെ ആ താമസിക്കുന്നവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടെന്നാണ് അവർ പറയണത്. പിന്നെ എല്ലാവർക്കും ശരിയാ തന്നെ. പിള്ളേരൊക്കെ ഒന്നും യാത്രയൊന്നും കടകളിൽ പോകാനോ അവരെ അത്യാവശ്യത്തിന് വെളിയിറങ്ങാൻ പോലും പറ്റൂല. പട്ടികൾ എപ്പോഴും ഇവിടെ കിടക്കും. ഈ പട്ടികൾ ഇനി നാട് എല്ലായിടത്തും പോവേണ്ടത്. ഈ ഇവിടുന്ന് ഒരു ആഹാരം കഴിക്കേണ്ട സമയം കഴിച്ച് ബാക്കി പിന്നെ ഇതിൽ നിന്ന് ഓരോ പട്ടികൾ റോഡിലാണ് ജംഗ്ഷനിലോട്ടൊക്കെ പോയി അവിടെയൊക്കെ ഇപ്പം ശരിക്കും എണ്ണമായി തുടങ്ങി. ഇത് പേടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ പേടി ഏതിനെങ്കിലും ഒന്ന് പിടിച്ചാൽ ഇത്രയും എണ്ണത്തിനും പഠിക്കുന്ന നാട്ടുകാരെ മൊത്തം കടിക്കും. അതാണ് മെയിൻ. അതുപോലെ കാര്യം എന്താ, ഇവിടുത്തെ സ്മെല്ല് കണ്ട കോഴി വേസ്റ്റും അതും ഇതും ഈ ആഹാര സാധനങ്ങൾ പട്ടിക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ ഉള്ള സ്മെല്ല് നിങ്ങൾക്ക് തന്നെ ഇവിടെ നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള സ്മെല്ലാണ്. അകത്ത് കയറാനൊന്നും പറ്റില്ല, അങ്ങോട്ട് ഭയങ്കര നാറ്റമാണ്. മനുഷ്യർ താമസിക്കുന്ന ഏരിയയാണ്. ഞങ്ങൾ എങ്ങനെ 1-2 വളർത്തുന്നതിന് കുഴപ്പമില്ല. ഇതിപ്പം 70 എണ്ണം. ഞങ്ങൾ നാളെ ഒരു സമയത്ത് എങ്ങനെ ഇവിടെ ജീവിക്കുമെന്നുള്ളൊരു ഭയം കൂടെ ആയിപ്പോ ഈ പട്ടി ശല്യത്തിൽ.